Hola, how are you? Hope you all are doing good. Welcome back to Spanish with Lali. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരിക്കുന്നത് ഒരു വെർബല്ല, വെർബിൽ നിന്നുള്ള ഒരു എന്താ പറയണം മൂഡ്, ഇമ്പറാക്റ്റീവോ അല്ലെങ്കിൽ ഇമ്പറാക്റ്റീവ് മൂഡ് എന്ന് പറയും. ഇമ്പറാക്റ്റീവ് മോഡ്, സ്പാനിഷിൽ ഇമ്പറാക്റ്റീവോ എന്ന് പറയും. എന്താണെന്ന് നോക്കാം. എന്താണ് ഈ മൂഡ്? നമ്മൾ എങ്ങനെയാണ് മൂഡിൽ വെർബുകൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കൊഞ്ചുഗേഷൻ വരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് കുറച്ച് പഠിക്കാം. അപ്പോൾ ഈ ഇമ്പറാക്റ്റീവ് മൂഡ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതിന് പാസ്റ്റോ ഒന്നുമില്ല. അപ്പോൾ എന്തായിരിക്കാം സെൻറ്റൻസ്? മെയിനായിട്ട് റിക്വസ്റ്റ് അല്ലെ കമാൻഡ്. നമ്മളിപ്പോൾ ഒരു കാര്യം പ്രസൻറ്റ് ടെൻസിൽ ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ലൈക്ക് ബി കെയർഫുൾ, ഈറ്റ്, അല്ലെ കമാൻഡ് ചെയ്യുകയാണ്. ഈ രണ്ട് കേസിൽ വരുന്ന ഒരു കേസാണ് ഇമ്പറാക്റ്റീവ് മൂഡ് അല്ലെങ്കിൽ ഇമ്പറാക്റ്റീവോ മൂഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആബ്ല, ഇമ്പറാക്റ്റീവ് മൂഡ് ഓഫ് ആബ്ല. ആബ്ല എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ് വെർബാണ്, ഒരു റെഗുലർ വെർബാണ്, AR എൻഡ് ചെയ്യുന്ന ഒരു റെഗുലർ ബേസിക് വെർബാണ്. അപ്പോൾ ആബ്ല എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക്, ടു സ്പീക്ക്, വെറുതെ ആബ്ല നിൽക്കുമ്പോൾ ടു സ്പീക്ക്. ഇതെങ്ങനെയാണ് ഇമ്പറാക്റ്റീവ് മൂഡിലേക്ക് നമുക്ക് കൊണ്ടുവരാം? തു, യു, യു ഇൻഫോർമൽ, യു ഇൻഫോർമൽ നമ്മൾ തു പറയുന്നത്. അപ്പം ഞാൻ പറയാണ് ആബ്ല. ഞാൻ എൻ്റെ മുമ്പിൽ ഒരു ആൾ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇത് യു ആണല്ലോ, യു ഇൻഫോർമലാണ്. ഞാൻ പറയുവാണ് ആബ്ല, ആബ്ല എന്ന് മാത്രം പറഞ്ഞാൽ സ്പീക്ക്. അതെനിക്ക് കമാൻഡ് ചെയ്യാം, ആബ്ല, തു ആബ്ല. റിക്വസ്റ്റ് ചെയ്യാം, ആബ്ല, സ്പീക്ക്. അതാണ് ആ ഇമ്പറാക്റ്റീവ് മൂഡ്. അത് തൂയില്ല. അപ്പം സബ്ജക്റ്റ് പ്രോനൗൺ അനുസരിച്ച് മാറും. അപ്പം തു ഇൻഫോർമൽ ആണെങ്കിലാണ് ആബ്ല, സ്പീക്ക്. ഉസ്തേദ് ആണെങ്കിലോ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ഒരു ഫോർമലാണ്, ഫോർമൽ യു ആണെങ്കിൽ നമ്മൾ ആബ്ല പറയില്ല, ആബ്ലേ. അവിടെ നമുക്ക് ഫോർമലാണ് കമാൻഡ് സാധാരണ നമ്മൾ ചെയ്യാറില്ല അല്ലേ. അവിടെ റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ആബ്ലേ, ആബ്ലേ എസ്പെഞ്ഞോൾ, സ്പീക്ക് സ്പാനിഷ്. ഇനി പറയുവാണ് ഡോണ്ട് സ്പീക്ക് സ്പാനിഷ്, യു ഡോണ്ട് സ്പീക്ക് സ്പാനിഷ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ നെഗറ്റീവ് വന്നു. അപ്പം നമ്മളൊരു നോ കൊടുക്കണം. അവിടെ നോ ആബ്ലേസ്, ഡോണ്ട് സ്പീക്ക്, ഡോണ്ട് സ്പീക്ക്, നോ ആബ്ലേസ് എന്ന് പറയും. നെഗറ്റീവ് വരുമ്പോൾ. പോസിറ്റീവിലാണെങ്കിൽ സ്പീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ തു ആണെങ്കിൽ ജസ്റ്റ് എന്താ പറയണേ, ആബ്ല. ഉസ്തേഡ് ഫോർമൽ യു ആണെങ്കിൽ ആബ്ലേ. നെഗറ്റീവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവരോട് നോ ആബ്ലേസ്, ഡോണ്ട് സ്പീക്ക്. അത് ആ മൂഡ്, ആ മൂഡാണ് നമ്മൾ പറഞ്ഞ ഇമ്പറാക്റ്റീവ് മൂഡ്. ഇതൊരു വെർബല്ല, വെർബ് എന്ന് പറയില്ല, ടെൻസ് എന്ന് പറയില്ല, വെർബിൻ്റെ ഒരു മൂഡാണ് ഇമ്പറാക്റ്റീവ് മൂഡ്. ഇനി നമ്മളത് വി സ്പീക്കാണ്. അപ്പം ഞങ്ങൾ ഇപ്പം ഒരു കൂട്ടം ആൾക്കാർ നിൽക്കണം, നമ്മൾ പറയാം വി സ്പീക്ക്. നമ്മൾ പറയുന്നത് ഇങ്ങനെ ലെറ്റ് സ്പീക്ക്, ലെറ്റ് സ്പീക്ക്. അവിടെ വി ആണെങ്കിൽ വി ആണ് പേഴ്സണൽ പ്രോനൗൺ. അപ്പോൾ നമ്മളതിന് പറയുന്നതാണ് ആബ്ലേമോസ്, പ്ലൂറലായി വി, ലെറ്റ് സ്പീക്ക്, ലെറ്റ് സ്പീക്ക്, ആബ്ലേമോസ്. ഇനി നമ്മളത് യു ഓൾ ആർ, ഫോർമൽ യു ഓൾ ആർ, ഉസ്തേദസ് പ്ലൂറൽ. അപ്പോൾ നമ്മൾ പറയും ആബ്ലേൻ, ആബ്ലേൻ, യു ഓൾ ആർ സ്പീക്ക്, ആബ്ലേൻ. അപ്പം ആബ്ലാറിൻ്റെ ഇമ്പറാക്റ്റീവ് മൂഡ് ഡിഫറൻറ്റ് പ്രോനൗണിൽ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്
ഈ 2 ഫോമാണ് അവിടെ നിങ്ങൾ കാണുന്നത്. ഇമ്പറാറ്റീവ് മോഡിൽ നിങ്ങൾ 2 റിക്വസ്റ്റും കമാൻഡും. സ്പീക്ക് സ്പാനിഷ്, അത് നിങ്ങൾക്ക് കമാൻഡ് വേണേൽ പറയാം, റിക്വസ്റ്റ് പറയാം, സ്പീക്ക് സ്പാനിഷ്. അല്ലെങ്കിൽ ഡു നോട്ട് സ്പീക്ക്, നോ ബ്ലേസ്, ഡോണ്ട് സ്പീക്ക്. അപ്പോൾ ബ്ലാറിൻ്റെ ഇമ്പറാറ്റീവ് മോഡ് പഠിച്ചു. ഇനി നമുക്ക് കൊമേർ. എന്താണ് കൊമേർ? ഇയാളിൻ്റെ ചെയ്യുന്ന ഒരു ബേസിക് വെർബാണ്, ഇൻഫിനിറ്റീവ് വെർബാണ്, ഒരു റെഗുലർ വെർബാണ്. അപ്പോൾ അത് കൊമേർ എന്ന് മാത്രം പറയുമ്പോൾ ടു ഈറ്റ്. ഇനി കൊമേറിൻ്റെ ഇമ്പറാറ്റീവ് മൂഡ് എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ എന്താ, ഇപ്പം നമ്മളിപ്പം ഈറ്റ്, അതാണ് ജസ്റ്റ് ഈറ്റ്. നമുക്കത് റിക്വസ്റ്റ് ചെയ്യാം, ഈറ്റ്, അല്ല നമുക്ക് കമാൻഡ് ചെയ്യാം ഈറ്റ്. ഒരു കുഞ്ഞിനോട് നമുക്ക് കമാൻഡ് ചെയ്യാം ഈറ്റ്. അപ്പോൾ അവിടെ നമ്മൾ കൊമേ, ഈ കൊമേർ കൊമേ ഈറ്റ്. നമ്മൾ പറയാം ഡോണ്ട് ഈറ്റ്, നെഗറ്റീവ് വന്നപ്പോൾ നമ്മളവിടെ നോ യൂസ് ചെയ്യണം. ആദ്യം നോ കൊമാസ്, യു, നമ്മൾ യുവിനോടാണ് പറഞ്ഞത്, നോ കൊമാസ്. യു ഇൻഫോർമലിൽ നമ്മൾ കൊമേ, തൂ പറയണ്ട, കൊമേന്ന് പറഞ്ഞാൽ തൂ അതിനകത്തുണ്ട്, മനസ്സിലായല്ലോ. ഇനി നമ്മളത് ഉസ്തേഡ് ആണെങ്കിലോ, യു ഉസ്തേഡ് അല്ലെങ്കിൽ ഫോർമൽ യു ആണെങ്കിലോ കൊമേ അല്ല പറയണേ, കോമ ഈറ്റ്, ഓർ കോമ ഈറ്റ്, കമാൻഡ് കൊടുക്കുക. ഇനി നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ പറയുക ലെറ്റ്സ് ഈറ്റ്, വി പ്ലൂറൽ, കമാൻഡായിട്ട് തന്നെ പറയാം ലെറ്റ്സ് ഈറ്റ്. എങ്ങനെയാ പറയും? കൊമാമോസ് പ്ലൂറലായി. ഇനിയിപ്പോൾ പറയാണ് യു ആൾ ഇറ്റ്, അവിടെ കൊമാൻ, പറയണേ കൊമേ, കൊമാമോസ്, കൊമാൻ. ഇതെല്ലാത്തിൻ്റെയും സബ്ജക്റ്റീവ് പ്രോനൗൺ അനുസരിച്ച് ഇതെല്ലാം ഇമ്പറാക്റ്റീവ് മൂഡിൽ മാറുന്നതാണിത്. ഇപ്പോൾ ഞാൻ പറയാം കൊമാൻ ഉസ്തേദസ് മാസ് ഫ്രൂട്ട. കൊമാൻ എന്ന് പറഞ്ഞാൽ യു ഓൾ ആർ, ഉസ്തേദസ് കൊമാൻ. ആ കൊമാൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സബ്ജക്റ്റീവ് പ്രോനൗൺ ഉസ്തേദസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി അത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് കൊമാൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ യു ഓൾ ആർ ആണ്. കൊമാൻ ഉസ്തേദസ് ഇവിടെ കൊടുത്തില്ലെങ്കിൽ തന്നെയും കൊമാൻ മാസ് ഫ്രൂട്ട എന്ന് പറഞ്ഞാൽ ഈറ്റ് മോർ ഫ്രൂട്ട്സ്. ഒരു ജനറൽ ഫാക്റ്റായിട്ട് പറയാം അല്ലേ, കൊമാൻ യു ഓൾ ആർ, എല്ലാവരും കൊമാൻ ഉസ്തേദസ് മാസ് ഫ്രൂട്ട ഓ കൊമാൻ മാസ് ഫ്രൂട്ട. അപ്പോൾ കൊമേറിൻ്റെ ഇമ്പറാറ്റീവ് മൂഡ് ഐഡിയ കിട്ടിയല്ലേ. അടുത്തത് ബിബിയർ. എന്താണ്? ടു ലീവ്. IRLൻ്റെ ചെയ്യുന്ന റെഗുലർ വെർബാണ്, ഇൻഫിനിറ്റീവ് വെർബാണ്, ബേസിക് വെർബാണ്. അപ്പോൾ ബിബിയർ എങ്ങനെയാണ് നമ്മൾ ഇമ്പറാക്റ്റീവ് മൂഡിലേക്ക് മാറ്റുന്നത്? ലിവ്, യു ലിവ്, വി ലിവ് അല്ലേ. അപ്പം യു ഇൻഫോർമൽ ആണെങ്കിൽ എങ്ങനെ പറയും? വിവേ എന്നല്ല പറഞ്ഞാൽ ബിവേ എന്നാണ് പറഞ്ഞത്. വി എപ്പോഴും സ്പാനിഷുകാർ ബോയുടെ ബി ആയിട്ടാണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം ബിവേ ലീവ്, ദാറ്റ് മീൻസ് യു ലീവ്. അത് നമ്മൾ നെഗറ്റീവ് പറയാൻ ഡോണ്ട് ലീവ് എങ്ങനെ പറയും? നോ ബിബാസ്. അപ്പം ബിബാസ് എന്ന് പറയും. ഇനി ഉസ്തേദ് യു ഫോർമൽ ആണെങ്കിലോ നമ്മൾ ബീബ എന്ന് പറയും. ബിബാമോസ് ലെറ്റ്സ് ലീവ്, വി പ്ലൂറൽ പ്രോനൗൺ. ബിബാൻ യു ഓൾ ആർ ലീവ്, ബിബാൻ. അപ്പോൾ അതാണ് ബിബിയറിൻ്റെ ഇമ്പറാക്റ്റീവ് മൂഡ്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ 3 വെർബിൻ്റെ ഇമ്പറാക്റ്റീവ് മൂഡ് പഠിച്ചു. അടുത്ത ക്ലാസ് നമുക്ക് സബ്ജക്റ്റീവ് മൂഡ് പഠിക്കാം. സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അത് റിക്വസ്റ്റും കമാൻഡ് തന്നെയാണ്. അതിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. 3 വെർബിൻ്റെ ഇമ്പറാക്റ്റീവ് മൂഡാണ് പഠിച്ചത്. അബ്ലാർ, കൊമേർ, ബിബിയർ. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്? ഐ എം ലീവിങ്.
എങ്ങനെ പറയും? ജാ മേ ബോയ്. അദിയോസ്, ഹasta luego, ടേക്ക് കെയർ, ബൈ.